എല്ലാവർക്കും റംദാൻ കരീം. എന്തൊക്കെയുണ്ട് വർത്താനം? സുഖമല്ലേ? നമ്മൾ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. ബ്രെഡാണ് താരം. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള കുനുകുന അരിഞ്ഞതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പ് തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളെ സ്നാക്സ് ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും പാടെ ഇട്ട് കൊടുത്ത്. പിന്നെ കുഞ്ഞു അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇനി ബാറ്റർ സെറ്റാക്കി എടുക്കേണ്ടത്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിങ്ങാട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കണം. നല്ല കട്ടിയാവണം, ലൂസാവാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം കട്ടി വേണം. നമുക്ക് ബ്രെഡിൽ ഇങ്ങനെ എന്താ പറയുക, ഈ കോട്ടിങ് പിടിക്കണം കേട്ടോ. അങ്ങനെ വേണം. ലൂസായി കഴിഞ്ഞാൽ പിടിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയത്. ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഇനി നമുക്കിതിൽ നമ്മളെ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിനെ നമുക്കൊരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കോൺ ഷേപ്പിൽ കട്ട് ചെയ്തത് എടുത്തതിന് ശേഷം ഓരോ ബ്രെഡിൻ്റെ പീസുകളും നമ്മളെ എന്താ പറയുക, ഈ മാവിൽ മുക്കിയിട്ട് ഓയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. നമുക്ക് 4 മണി ചായൻ്റെ കൂടെ പലഹാരമായിട്ട് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഇഫ്താറിനും അടിപൊളി ടേസ്റ്റാണ്. സ്പൈസിയാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പിന്നെന്താ പറയുക, അതിൻ്റെയൊക്കെ ആ ടേസ്റ്റും ആ എരിവും അതിങ്ങനെ കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് മടുപ്പൊന്നും വരില്ല കേട്ടോ. മധുരമല്ല, സ്പൈസി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മടുപ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തെങ്ങാണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് മുകളിൽ മാവ് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നിട്ടുങ്ങാണ്ട് ഫ്രൈ ചെയ്തിട്ട് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് എണ്ണയൊന്നും കുടിക്കില്ല, നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. ഇഫ്താറിനും 4 മണി ചായൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ, നല്ല ക്രിസ്പിയാണ്, ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മളെ ഇഫ്താർ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം നമുക്ക് ടേബിളിലേക്ക് നിരത്തുകയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഈത്തപ്പഴം കൂടിയും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒരു മധുരമുള്ള സ്നാക്സും ഒരു എരിവുള്ള സ്നാക്സുമാണ് കേട്ടോ ഇന്നത്തെ താരം. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു, ജ്യൂസൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിങ്ങാണ്ട് ബാങ്കും വെയിറ്റ് ചെയ്തിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിങ്ങാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗേയ്സ്. അപ്പോൾ ഓക്കെ, ബൈ.